എല്ലാവർക്കും സ്വാഗതം. 1947 ഓഗസ്റ്റ് 15 ലോകം മുഴുവൻ ആവേശം പകർന്നുകൊണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലേക്ക് ഉണർന്നു. ഏതാണ്ട് 2 നൂറ്റാണ്ട് നടന്ന വിദേശാധിപത്യത്തിൽ നിന്ന് ചരിത്രത്തിൽ അന്നുവരെ അപരിചിതമായിരുന്ന ഗാന്ധി മാർഗത്തിലൂടെ, അഹിംസയിലൂടെ, അക്രമരാഹിത്യത്തിലൂടെ ഇന്ത്യ മോചനം നേടി ഏകീകൃതവും സ്വതന്ത്രവുമായ ഒരു രാഷ്ട്രമായി ഇന്ത്യ ഉയർത്തെഴുന്നേറ്റു. രാജ്യം വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. നിരവധി മനുഷ്യരുടെ ജീവത്യാഗം കൊണ്ടാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നേടിയത്. ആ സ്വാതന്ത്ര്യം ലഭിക്കാനും അത് നിലനിർത്താനും ജീവൻ സമർപ്പിച്ച ആ നിസ്വാർത്ഥമതികളെ നമുക്ക് ആദരപൂർവം സ്മരിക്കാം. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, മൗലാന അബുൽ കലാം ആസാദ്, സുഭാഷ് ചന്ദ്രബോസ്, ബി.ആർ. അംബേദ്കർ, ബാലഗംഗാധര തിലക്, ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ലാല ലജ്പത് റായ്, ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, ശ്യാമപ്രസാദ് മുഖർജി, സർദാർ വല്ലഭായ് പട്ടേൽ, രാജഗോപാലാചാരി, ജയപ്രകാശ് നാരായണൻ, ആചാര്യ കൃപലാനി, മദൻ മോഹൻ മാളവ്യ, ഗോവിന്ദ് വല്ലഭ പന്ത്, സരോജിനി നായിഡു, കസ്തൂർബ ഗാന്ധി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, ആനി ബസന്റ്, സുജേത കൃപലാനി, ബീഗം അസ്രത് മഹൽ, ക്യാപ്റ്റൻ ലക്ഷ്മി, റാണി ലക്ഷ്മിബായി തുടങ്ങിയ എണ്ണമറ്റ ആളുകൾ ഈ സഹനസമരത്തിന് നേതൃത്വം നൽകി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ. ആദ്യ സ്വാതന്ത്ര്യ സമരം അഥവാ ശിപായി ലഹള, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണം, ബംഗാൾ വിഭജനം, ഗാന്ധിജിയുടെ ഇന്ത്യയിലേക്കുള്ള മടക്കം, ഹോം റൂൾ പ്രസ്ഥാനം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഖിലാഫത്ത് പ്രസ്ഥാനം, നിസ്സഹകരണ സമരം, ചൗരി ചൗര സംഭവം, സൈമൺ കമ്മീഷൻ ബഹിഷ്കരണം, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ചരിത്രം വിസ്മരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്ന വർത്തമാനഘട്ടത്തിൽ ഈ വീഡിയോ പുതുതലമുറയ്ക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.